നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. പലപ്പോഴായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടു വരുന്നൊരു കാര്യമുണ്ട്. ഞാൻ പ്രോപ്പർ വർക്കൗട്ട് ചെയ്തു, പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്തു, എൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് വന്നതായിരുന്നു. പക്ഷെ എൻ്റെ ഡയറ്റ് ചെറുതായിട്ടൊന്ന് മാറി, ഞാൻ വീണ്ടും എൻ്റെ പഴയ വെയിറ്റിലേക്കായി. അപ്പോൾ വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പലർക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സെഷൻസിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ആയുർവേദിക് ഡയറ്റ് റൂൾ ഫോളോ ചെയ്യാം. എന്താണ് ആയുർവേദിക് ഡയറ്റ് റൂൾ? വളരെ സിമ്പിളാണ്. ആദ്യത്തേത്, റൈറ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാം. എന്താണ് ഈ റൈറ്റ് ടൈം? നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് 3-4 മണിക്കൂറിന് ശേഷം, വിശപ്പ് വന്നതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കാം. അതായത് ഇടയിലുള്ള സ്നാക്കിംഗ് വേണ്ട എന്ന്. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുന്നേ അടുത്ത ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി നമ്മുടെ ഡൈജസ്റ്റീവ് പവർ മിമിക് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്. അപ്പോൾ സൺലൈറ്റിൻ്റെ പവർ ഏറ്റവും ഹൈയിൽ നിൽക്കുന്നത് ഉച്ച സമയത്താണ്. സോ അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പവറും ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് ഉച്ച സമയത്താണ്. അപ്പോൾ നമ്മളൊരു ഹെവി മീൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ലഞ്ച് ടൈമിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൺസെറ്റിന് മുന്നേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ സെയിം റീസൺ കൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് കഫപ്രകൃതിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ലേറ്റ് നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം കഫപ്രകൃതിക്കാർക്ക് ബോഡിയിൽ ഒന്നാമതേ ഈ ഡൈജസ്റ്റീവ് പവറൊക്കെ കുറച്ച് കുറവാണ്. പിന്നെയും പിത്തപ്രകൃതിക്കാർക്കാണ് പിന്നെ ആ പവർ കൂടുതലുള്ളവർ. അപ്പോൾ അവർക്ക് പിന്നെയും ആ ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് ദഹിച്ചു പോകും. അപ്പോൾ ഈ ലേറ്റ് നൈറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ ബോഡിയിലെ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യാനും അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ചാൻസസ് വരും. ഇനി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വൈകുന്നേരം അയാൾ കഴിച്ചു, പിന്നെ അടുത്ത ഭക്ഷണം കഴിക്കുന്നത് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 16 to 18 hours എങ്കിലും മിനിമം അവർക്കൊരു ഫാസ്റ്റിംഗ് കിട്ടുവാണ്. ഇതിൽ കുറച്ച് സമയം നമ്മൾ ഉറങ്ങുമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് ഒക്കെ ഡൈജസ്റ്റ് ആയിട്ട് പോകുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത്, നന്നായിട്ട് ചൂ ചെയ്ത് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം കുടിക്കണം, വെള്ളം ചവയ്ക്കണം. ഈ ഒരു രീതി വേണം നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന്, ഡൈജഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദി മൗത്ത് എന്നാണല്ലോ. അപ്പോൾ നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ മൗത്തിൽ നിന്ന് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്ത് ബാക്കി ഡൈജസ്റ്റീവ് പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിട്ട് മാറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇപ്പോൾ ഒരേ ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, മറ്റേയാൾക്ക് ചിലപ്പോൾ ഗ്യാസ് കയറി, വീർത്തിരിക്കുന്നു, അങ്ങനത്തെ പല ഇഷ്യൂസൊക്കെ കംപ്ലൈൻറ്റ് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ചവച്ചരിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നന്നായി ചവച്ചരിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ, റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് മാത്രമേ അകത്തേക്ക് പോവുള്ളൂ. അതായത് 3 ദോശ കഴിക്കുന്ന ഒരാൾ നന്നായിട്ട് ചവച്ചരിച്ച് ഭക്ഷണം കഴിച്ചാൽ 2 ദോശ കഴിക്കുമ്പോൾ തന്നെ അയാൾക്ക് വയറ് നിറയും, നമ്മൾ സാറ്റിസ്ഫൈ ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ച് നിർത്തരുത്. നമ്മളതിന് തൊട്ട് മുന്നേട്ട് ഭക്ഷണം നമ്മുടെ വിശപ്പൊക്കെ മാറി എന്നുള്ളൊരു ഘട്ടമാകുമ്പോൾ നമ്മളെപ്പോഴും നിർത്തുന്നതാണ് അതിൻ്റെ ശരിയായിട്ടൊരു രീതി. അതായത് സ്റ്റൊമക്കിൻ്റെ ഹാഫ് പോർഷൻ ഭക്ഷണത്തിനും ഒരു 1/4 പോർഷൻ വെള്ളത്തിനും ബാക്കി നമ്മൾ ലീവ് ചെയ്യുക, എയറിനും കൊടുക്കുക എന്നുള്ളതാണ് ആയുർവേദിക് റൂൾ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, വെള്ളം എപ്പോൾ കുടിക്കണം? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെയും അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപായിട്ട് തൊട്ട് മുൻപായിട്ടും വെള്ളം കുടിക്കുന്ന അത്ര നല്ല ശീലമല്ല. എപ്പോഴും ഒരു ½ an hour ഗ്യാപ്പിൽ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഭക്ഷണം കഴിച്ച് തൊട്ട് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വെയിറ്റ് വയ്ക്കാനുള്ളൊരു ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. സോ എപ്പോഴും നിങ്ങൾ വെള്ളം കുടിച്ച് തേഴ്സ്റ്റൊക്കെ മാറ്റി കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വേണം എപ്പോഴും ഭക്ഷണം കഴിക്കാൻ. അതേപോലെ തന്നെ അത്ര എരിവാണെങ്കിൽ മാത്രം ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കുക, ആ സമയത്തൊന്ന് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു ½ an hour വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ വെള്ളം കുടിക്കുക. ഇനി വെള്ളം കുടിക്കുന്നത്, വെള്ളം എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചുക്കൊക്കെ ഇട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് കഫപ്രകൃതിക്കാരുടെ കാര്യം കൂടുതലായിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വെയിറ്റ് വയ്ക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ളത് കഫ പ്രകൃതി, അതായത് കഫ പ്രിഡോമിനൻ്റ് ആയുള്ള പ്രകൃതി ഉള്ള ആൾക്കാരാണ്.
അപ്പം അവർ കൂടുതൽ ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ചുക്കൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിലെ മെറ്റബോളിസം കൂട്ടാനും ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടും പറ്റും. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഫോക്കസ് ചെയ്ത് കഴിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ TV കണ്ടിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ കണ്ടിട്ടോ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഫുഡിലല്ല. അപ്പോൾ ശ്രദ്ധ നമുക്ക് ഫുഡിൽ മര്യാദയ്ക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ഫുഡ് കാണുന്നു, അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ എൻസൈംസും പ്രോപ്പർ ആസിഡ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നു. നമ്മൾ അത് ദഹിക്കാനുള്ള ഒരു എൻവയൺമെൻറ്റ് ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ശ്രദ്ധ വേറെ സ്ഥലത്താണ്, നമ്മൾ TV-യിലാണ്, നമ്മുടെ ഫോണിലൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രോസസ്സ് കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പം നമ്മുടെ ബോഡി അതിനു വേണ്ടി പ്രിപ്പയർ ആവുന്നില്ല. അപ്പം എപ്പോഴും ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്ത് കഴിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഈസി ആയിട്ട് ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആസിഡ്സും എൻസൈംസും ഒക്കെ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ബോഡി വെയിറ്റ് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.